അതിന് കയറ് കെട്ടിട്ടുണ്ടാ? അത് ഇതാണ് ഓട്ടത്തില് ഭയങ്കരമായിട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബഹലയിലുള്ള ഒരു കേവിലേക്കാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നൊന്ന് നോക്കിയിട്ട് വരിക ചെയ്തത്. അവിടെ ഈ ഒരു ട്രെയിനൊക്കെ ഉണ്ട്, പക്ഷേ ഇതിപ്പം വർക്കിംഗ് അല്ല, നിർത്തിയിട്ടിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. നാഷണൽ ഡേൻ്റെ ഹോളിഡേ ആയതുകൊണ്ടാണെന്നും അറിയില്ല, നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എക്സിബിഷൻ പോലെ കുറേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ഏർലി ജോഗ്രഫി ഓഫ് ഒമാനിൻ്റെ പണ്ട് കാലത്തുണ്ടായ ഓരോരോ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ എക്സിബിഷൻ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്റ്റോൺസൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണും. പല ഡിസൈനിലും പല നിറത്തിലും ആണ് കാണുന്നത്. കണ്ടില്ല, ആ സ്റ്റോണൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അവർ നല്ല ബോക്സിൻ്റെ ഉള്ളിലാക്കി നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഷേപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നും. ഇങ്ങനത്തെ ടൈപ്പ് സ്റ്റോൺസൊക്കെ ഉണ്ടോയെന്ന് തോന്നിപ്പോവും. ഒമാൻ മെയിനായിട്ട് അറിയപ്പെടുന്ന ഫുള്ളി മൗണ്ടെയിൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സിബിഷനിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണും ഒരുപാട് കളക്ഷൻസ് ഓഫ് സ്റ്റോൺസ് പല നിറത്തിലുള്ളത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ ഇവിടെ അവരിങ്ങനെ നമ്മളെ വേൾഡിൻ്റെ ഒരു സ്ക്രീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ത്യ എവിടെയാണ്, അതേപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നമുക്കിങ്ങനെ തിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഡിസൈൻ തന്നെ സ്റ്റോണിൻ്റെ നല്ലൊരു രീതിയിലാണ്. അതേപോലെ കട്ട് ചെയ്തെടുത്ത ആ ഒരു രീതി, മാർബിളൊക്കെ ഉണ്ട്, അവൈലബിൾ കാണിക്കുന്നുണ്ട് ഇവിടെ. ആ ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ആ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീണ്ടും പോകേണ്ട, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഫുള്ളി ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ സ്റ്റോൺസാണ് ഇവിടെ കാണാൻ. നല്ല തിളക്കമുണ്ട്. നേരിട്ട് തന്നെ ശരിക്കും കാണണം, വീഡിയോയിലൊന്നും അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, പക്ഷേ നേരിട്ട് കാണുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടില്ലേ, മാർബിളൊക്കെ നമ്മളിവിടെ മൈൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റോൺസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതെന്താ വിചാരിച്ചാൽ കേവിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ അവർ സ്ക്രീനിലാക്കി കാണിക്കുകയത്. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടറൊക്കെ വീണിട്ട് ഇതിങ്ങനെ നമ്മൾ ആ ഒരു ഇത് വെച്ച് തിരിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ വീണ് അതിങ്ങനെ കൂടിക്കൂടി വരുന്ന ആ ഒരു രീതി കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് പ്ലേ ഏരിയാസ് ഉണ്ട്. ഐറൂന് ഫസ്റ്റ് പേടിയായിരുന്നു അതിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് പുറത്തേക്ക് കഴിഞ്ഞു. അവൾക്ക് അത്ര ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല അതിൻ്റെ മേലെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂടുതൽ കളിക്കാതെ പെട്ടെന്ന് തന്നെ, നല്ല വെയിലുമായിരുന്നു പുറത്ത്, നല്ല വെയിലായിരുന്നു, പെട്ടെന്ന് തന്നെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരിക ചെയ്തേ അവള് മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയാനില്ല എന്താ വിചാരിച്ചാൽ ഉറുമാമ്പഴത്തിൻ്റെ മരവും അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കായകൾ നിലത്തൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് എനിക്ക് ഇവിടെ വന്ന പിന്നെ ഈ ഉറുമാമ്പഴത്തിൻ്റെ ട്രീയും അതേപോലെ അത് പിടിച്ച ഫ്രൂട്ടും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പറ്റി.
അപ്പോൾ ഇതൊരു നല്ല ഗാർഡൻ പോലെയായിട്ട് കീപ്പ് ചെയ്തിട്ടേ ഉള്ളത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വരുമ്പോൾ ഈ ഒരു ഇത് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോമഗ്രെയിൻ ഫ്രൂട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടും. ജബൽ അക്തർ എന്നുള്ള പ്ലേസിലുണ്ട് തോന്നുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചതാണ് ഈ മരം കാണണം, അതേപോലെ അത് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ. അത് ഈ ഒരു പോക്കിൽ സാധിക്കാൻ പറ്റി. പിന്നെ ഉള്ളത് ഈ ട്രെയിൻ മുന്നൊക്കെ ഇവിടെ വർക്കിംഗ് ആയിരുന്നു, പക്ഷേ ഇപ്പം ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളത് തോന്നുന്നു. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വേറെ പ്രത്യേകിച്ചിട്ട് കേവ് കുറച്ച് കാണാനുണ്ട് തോന്നുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാത്തതുകൊണ്ടൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു കേട്ടോ. അവിടെ ഇത്രയേ കാണാൻ വേണ്ടി ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അതായത് ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.